വെൽക്കം ടു കഡൽ പാലറ്റ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റഡി വിത്ത് മീ സ്റ്റഡി വ്ളോഗായിട്ടാട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി എങ്ങനെയാണ് പഠിക്കാറ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ എൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കണം എന്നൊന്നുമില്ല, ഓരോ ആൾക്കാർക്കും ഓരോരോ രീതിയായിരിക്കുമല്ലോ പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ പഠിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 7 കേട്ടോ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാനതൊക്കെ ഞാൻ പഠിക്കുക. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഹോംവർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു കോൾഡ് കോഫി കേട്ടോ. അധികം തണുപ്പൊന്നുമില്ല. നമ്മളിതുപോലെ കുറേ നേരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കൂളാവുന്ന എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിച്ചാൽ നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. വീണ്ടും നമുക്ക് പഠിക്കാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ ഇന്നെടുക്കുന്നത് ഞാൻ കഴിയണതും ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ എഴുതും കേട്ടോ. അപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എഴുതേണ്ടി വരും. അതിനേക്കാളും നല്ലത് അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ എഴുതി വയ്ക്കുകയാണ്. ഞാൻ ഗൂഗിൾ നോക്കിയിട്ടാട്ടോ എഴുതുന്നത്, അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ എഴുതുന്നത് ഇൻക്ലൂഡ് ആവില്ല. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് വായിക്കാനുള്ളതൊക്കെ വായിച്ച് വയ്ക്കും കേട്ടോ. അന്നെടുത്തതൊന്നും നമ്മൾ വായിച്ച് വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് നമ്മുടെ തലയിൽ നമ്മൾ ബ്രെയിനിൽ അത് സ്റ്റോർ ആവും. മലയാള സെക്കൻഡിലോട്ടോ വായിക്കുന്നത്. MDൻ്റെ കുപ്പായം എന്നുള്ള സ്റ്റോറിയാണ് ഞാൻ വായിക്കുന്നത്. എനിക്കിങ്ങനെ കഥ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ MDൻ്റെ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കഥ വായിക്കാനും കഥ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കഥയൊക്കെ എഴുതും കേട്ടോ. ഞാൻ ഇങ്ങനെ SP അടിക്കുകയല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നോവൽ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരുത്തി പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ വായിക്കുക കേട്ടോ. എനിക്ക് പറ്റുന്ന സമയം ഇതുപോലെ ലൈബ്രറിയിൽ പോയിട്ടൊക്കെ ഞാൻ ബുക്ക് വായിക്കും. നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു ഹാബിറ്റാണ് ഇതുപോലെ ബുക്ക് വായിക്കുന്നത്. എനിക്ക് കൂടുതലും രാത്രിയാണ് ഇതുപോലെ ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഡയറി ആട്ടോ എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി എഴുതാൻ. ഞാൻ രാത്രി പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഡയറി എഴുതുക. അന്ന് നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഫീലിങ്സും ഞാൻ എഴുതാറില്ല കേട്ടോ. ഇതെൻ്റെ ഒരു ഹാബിറ്റാക്കി തന്നത് അച്ഛനാട്ടോ. അപ്പോൾ എനിക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല ഇങ്ങനെ ഡയറി എഴുതുന്നത്. പിന്നെ ഇപ്പോൾ ഇഷ്ടമായി വന്നു. ഇപ്പോൾ ഞാൻ എന്നും ഡയറി എഴുതാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഡെസ്കിലത്തേക്ക് ഒരു സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.